ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വാൽപ്പാറയിൽ പുലി പിടിച്ച കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. വീടിന് സമീപത്തുള്ള എസ്റ്റേറ്റിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വാൽപ്പാറയിൽ പുലി പിടിച്ച കുട്ടിയുടെ 4 വയസ്സുകാരിയായ കുട്ടിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. വീടിന് സമീപത്തുള്ള എസ്റ്റേറ്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ അടക്കം കുട്ടിയുടെ അമ്മ പോലീസിൽ മൊഴി നൽകിയിരുന്നത് തേയിലത്തോട്ടത്തിൽ പതിയിരുന്ന കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുലി പതുങ്ങിച്ചെന്ന് കുട്ടിയെ പിടികൂടുകയായിരുന്നു, കടിച്ചെടുത്ത് കൊണ്ടുപോകുകയായിരുന്നു എന്നതടക്കമുള്ള മൊഴി ഇന്നലെ കുട്ടിയുടെ അമ്മ പോലീസിന് നൽകിയിരുന്നു. തുടർന്ന് രാത്രി മുതൽ വ്യാപകമായ തിരച്ചിലാണ് കുട്ടിക്ക് വേണ്ടി നടന്നിരുന്നത്. ഇപ്പോൾ വാൽപ്പാറയിൽ പുലി പിടിച്ച കുട്ടിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. വീടിന് സമീപത്തുള്ള എസ്റ്റേറ്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. വ്യാപകമായ തിരച്ചിലായിരുന്നു. ഇന്നലെ രാത്രി മുതൽ കുട്ടിക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇന്ന് വാൽപ്പാറയിൽ നിന്നും കുട്ടിയുടെ വീടിന് സമീപത്തെ എസ്റ്റേറ്റിന് അടുത്തു നിന്നും മൃതദേഹം കണ്ടെത്തിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, വാൽപ്പാറയിൽ പുലി പിടിച്ച കുട്ടിയുടെ മൃതദേഹം വീടിന്റെ സമീപത്തുള്ള എസ്റ്റേറ്റിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. വിവരങ്ങൾ. അല്പം മുമ്പാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വാൽപ്പാറയിൽ നിന്ന് വരുന്നത്. തമിഴ്നാട് കോയമ്പത്തൂർ ജില്ലയിൽപ്പെടുന്ന സ്ഥലമാണ് ഈ വാൽപ്പാറ. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളുടെ മകൾ 4.5 വയസ്സുള്ള കുട്ടിയെ, റോഷ്നിയെ, പുലി വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പിടിച്ചുകൊണ്ടുപോയത്. ഈ സംഭവം അമ്മ നേരിട്ട് കണ്ട ഒരു കാര്യമാണ്. അതായത് കുട്ടി വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമീപത്ത് തേയിലത്തോട്ടമാണ്. ഈ തേയിലത്തോട്ടത്തിൽ ഉണ്ടായിരുന്ന പുലി ചാടി വന്ന് കുട്ടിയെ കടിച്ച് വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. അമ്മ ഇന്നലെ തന്നെ ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകി. ഉടൻ പോലീസും തമിഴ്നാട് വനംവകുപ്പും ഒക്കെ ചേർന്ന് വിവിധ സംഘങ്ങളായി വൈകുന്നേരം വരെ രാത്രി വൈകിയും തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. ഇന്ന് കുട്ടിയുടെ വസ്ത്രങ്ങൾ കണ്ടെത്തി, പ്രദേശത്ത് പുലിയുടെ കാൽപ്പാടുകളൊക്കെ കണ്ടെത്തി, പക്ഷേ കുട്ടിയെ കണ്ടെത്താനായില്ല. തുടർന്ന് രാവിലെ വീണ്ടും ഡോഗ്സ്ക്വാഡിന്റെ നേതൃത്വത്തിലൊക്കെ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തി. അതിരാവിലെ തന്നെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. ഒടുവിൽ 11 മണിയോടെയാണ് വീടിന് സമീപത്തുള്ള തേയിലത്തോട്ടത്തിൽ നിന്ന് തന്നെയാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ മേഖലയിൽ നിരന്തരം ഇത്തരത്തിൽ പുലിയുടെ ശല്യം വളരെ കൂടുതലുള്ള പ്രദേശം കൂടിയാണ് ഈ വാൽപ്പാറ. നാളുകൾക്ക് മുൻപ് സമാന രീതിയിൽ തന്നെ തേയിലത്തോട്ടത്തിൽ അമ്മയോടൊപ്പം നിൽക്കുകയായിരുന്ന ഒരു കൊച്ചുകുട്ടിയെ സമാന രീതിയിൽ പുലി കടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തിയ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുള്ള സ്ഥലം കൂടിയാണ് വാൽപ്പാറ. അന്ന് കുട്ടിയുടെ മൃതദേഹം വനാതിർത്തിയിൽ നിന്നാണ് കിട്ടിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ട് 6 മണിയോടെ സമാന രീതിയിൽ പുലി കടിച്ചുകൊണ്ടുപോയ കുട്ടിയെ ഇപ്പോൾ മരണപ്പെട്ട നിലയിൽ ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഏറെ പ്രതീക്ഷയൊക്കെ ഈ വീട്ടുകാർക്കും ആ സമീപത്തുള്ള തോട്ടം തൊഴിലാളികൾക്കും നാട്ടുകാർക്കൊക്കെ ഉണ്ടായിരുന്നു. കുട്ടിയെ ജീവനോടെയെങ്കിലും തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താക്കിയാണ് കുട്ടിയുടെ മൃതദേഹം അല്പം മുമ്പ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. വാൽപ്പാറയിൽ പുലി പിടിച്ച കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. വീടിന് സമീപത്തുള്ള എസ്റ്റേറ്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ ഈ പുലി പിടിച്ച സമയത്ത് തന്നെ തിരച്ചിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആരംഭിച്ചിരുന്നു. ഇതിനുശേഷം ഈ അമ്മയുടെ മൊഴി പ്രകാരവും പോലീസും മറ്റ് സ്ക്വാഡുകളും എല്ലാം എത്തി വലിയ രീതിയിലുള്ള തിരച്ചിലാണ് നടത്തി വന്നിരുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു ദാരുണമായിട്ടുള്ളൊരു സംഭവം നടന്നിരിക്കുന്നത്. ഈ പ്രത്യേക പരിശീലനം നേടിയ നായയെ അടക്കം സ്ഥലത്തെത്തിച്ചിട്ടുള്ള ഒരു തിരച്ചിൽ തന്നെയായിരുന്നു അല്ലെ പുരോഗമിച്ചിരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ അടക്കം കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സ്ക്വാഡ് അവിടെ എത്തിയിരുന്നു. പിന്നെ മറ്റൊന്നുള്ളത്, ഈ സ്ഥിരമായി വന്യജീവി ആക്രമണം നേരിടുന്ന ഒരു പ്രദേശമാണ്. ഇത്തരത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ് നിലവിൽ നടന്നിരിക്കുന്നത് അല്ലേ അനീഷ്? തീർച്ചയായും ആ മേഖലയിൽ വലിയ രീതിയിലുള്ള വന്യമൃഗ ശല്യമുള്ള ഒരു പ്രദേശമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അതായത് കാട്ടാനകൾ, അതുപോലെ പുലി, കരടി ഒക്കെ നിരവധി ആക്രമണ വാർത്തകൾ ആ മേഖലയിൽ നിന്നും വരുന്നതാണ്. കോയമ്പത്തൂർ ജില്ലയിൽപ്പെടുന്ന സ്ഥലമാണ്, തമിഴ്നാട് സ്റ്റേറ്റിലുള്ള സ്ഥലമാണ്. പക്ഷേ ഈ മേഖലയിൽ നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. തോട്ടം തൊഴിലിനായി ഈ മലക്കപ്പാറയിൽ വന്ന് അവിടെ കോട്ടേഴ്സുകളിലും മറ്റുമൊക്കെ താമസിക്കുന്ന ആളുകളാണ്. അവരുടെ മക്കളാണ് ജാർഖണ്ഡ് ദമ്പതികളായിട്ടുള്ള
മനോജ് മുണ്ടയും അതുപോലെ മോണിക്ക ദേവിയുടെയും മകളാണ്. 4.5 വയസ്സ് മാത്രമാണ് ഈ കുട്ടിയുടെ പ്രായം. റോഷ്നി ഈ കുട്ടിയെയാണ് ഇന്നലെ ഈ പുലി വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊണ്ടുപോയത്. പക്ഷേ വലിയ രീതിയിലുള്ള തെരച്ചിൽ തമിഴ്നാട് പോലീസും വനംവകുപ്പും മലക്കപ്പാറ പോലീസും ഒക്കെ സംയുക്തമായി വിവിധ സംഘങ്ങളായി രാത്രിയിലാണ് തെരച്ചിൽ നടത്തിയെങ്കിലും കൂടിയും കുട്ടിയെ ജീവനോടെ കണ്ടെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചാണ് ഇന്നലെ രാത്രി വൈകി വരെ തെരച്ചിൽ നടത്തിയത്. പക്ഷേ കുട്ടിയെ കണ്ടെത്താനായില്ല. ഇന്ന് രാവിലെ വീണ്ടും തെരച്ചിൽ തുടർന്നു. പരിശീലനം നേരത്തെ വൃന്ദ സൂചിപ്പിച്ച പോലെ പ്രത്യേക പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ഡോഗ് സ്ക്വാഡിനെ ഉൾപ്പെടെ എത്തിച്ച് തെരച്ചിൽ നടത്തി. പക്ഷേ കുട്ടിയെ ജീവനോടെ ഒന്നും കണ്ടെത്താൻ കഴിയും. വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു പക്ഷേ ജീവനോടെ കുട്ടിയെ കണ്ടെത്താനാകും, അല്ലെങ്കിൽ പരിക്കുകളോടെ കണ്ടെത്താനാകും. സ്വാഭാവികമായും പുലി പിടിച്ചാൽ വലിയ രീതിയിലുള്ള പരിക്കുകൾ, പക്ഷേ ജീവനോടെയെങ്കിലും തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ വീട്ടുകാർക്കും പോലീസിനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള തെരച്ചിൽ തന്നെയാണ് ഇന്നലെ മുതൽ നടത്തി വന്നത്. പക്ഷേ അതെല്ലാം ആ പ്രതീക്ഷകളെല്ലാം ആസ്ഥാനത്താക്കിയ കുടുംബത്തെ കണ്ണീരിലാഴ്ത്തി കൊച്ചുകുട്ടിയെ മരിച്ച നിലയിൽ വീടിന് സമീപത്തുള്ള തേയിലത്തോട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയത്. ഇനി തുടർ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ആ നാട്ടിൽ വലിയ പ്രതിഷേധമൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. കാരണം ഈ സമാന രീതിയിൽ തോട്ടം തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സിനൊക്കെ നേരെ കാട്ടാനയുടെ ആക്രമണമൊക്കെ ഉണ്ടായി. അന്ന് തോട്ടം തൊഴിലാളികളും തമിഴ്നാട് വനംവകുപ്പും ഒക്കെ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് വരെ എത്തിയിട്ടുള്ളൊരു സ്ഥലമാണ്. കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല, വന്യമൃഗ ശല്യം തടയാൻ എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള സംഘർഷത്തിന്റെ വക്കിൽ വരെ എത്തിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കൊച്ചു പെൺകുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ പുലി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ പുലി പിടികൂടിയ 4 വയസ്സുകാരിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേക പരിശീലനം നേടിയ നായയടക്കം സ്ഥലത്തെത്തിച്ചിട്ടുള്ള വലിയൊരു പരിശോധന തന്നെയാണ് നടന്നു പോന്നിരുന്നത്. ഇന്നലെയാണ് കുട്ടി വീടിന് സമീപത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തേയിലത്തോട്ടത്തിൽ പതുങ്ങിയിരുന്ന പുലി കുട്ടിയെ കടിച്ചു കൊണ്ടുപോകുന്നത് എന്നതടക്കമുള്ള മൊഴി ഇന്നലെ അമ്മ പോലീസിന് നൽകിയിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിലുള്ള പരിശോധന ഈ സമീപവാസികളുടെ, പോലീസിന്റെ, ഫയർഫോഴ്സിന്റെ തുടങ്ങി വിവിധ സേനകളുടെ നേതൃത്വത്തിൽ കുട്ടിയെ തിരിച്ചു കിട്ടും, കുട്ടിയെ ജീവനോടുകൂടി തന്നെ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ വലിയ രീതിയിലുള്ള തിരച്ചിൽ പ്രദേശത്ത് നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. വീടിന് സമീപത്തുള്ള എസ്റ്റേറ്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി. അപ്പോൾ